സബർ ജില്ലക്ക് നിൽക്കണുണ്ടോ? മഞ്ഞ് കണ്ടോ, മൂടി നിൽക്കുകയാണ് മലകളിൽ. ഇതാണ് നമ്മളുടെ എല്ലാ റൂമിൽ നിന്നുള്ള വ്യൂ വരുന്നത്. റിസോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ടൗൺ വ്യൂ ആണ് വരുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് വ്ളോഗ്സ് ട്രിപ്സ് ബൈ റിയാസ് രാജ. ഇന്ന് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോവാണ്. കൊടൈക്കനാലിൻ്റെ കാണാ കാഴ്ചകൾ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതേ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നത്. അപ്പോൾ കൊടൈക്കനാലിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കസിൻസ് വിത്ത് ഫാമിലി ആയിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഫുൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര പോകുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഗുരുവായൂരുന്ന കേട്ടോ. ഗുരുവായൂരിൽ നമ്മൾ തൃശ്ശൂർ വന്നു. പിന്നെ നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്നാണ് കട്ടെടുത്ത് പോകുന്നത് പൊള്ളാച്ചിയിലോട്ട്. അവിടുന്ന് പഴനി വഴി നമ്മൾ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ പൊള്ളാച്ചി എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും അടിപൊളി മരങ്ങളാണ്, പുളിമരങ്ങൾ. അടിപൊളി വൈബ്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിലെത്തിയിരിക്കുക കേട്ടോ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സിൽവർ മിസ്റ്റ് എന്ന റിസോർട്ടിലാണ്. നമുക്കാദ്യം പുറത്തെ കാഴ്ചകൾ കാണാം. റിസോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ടൗൺ വ്യൂ ആണ് വരുന്നത്. കംപ്ലീറ്റ് ഇപ്പോൾ കാലത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. സമയം 7:30 ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ചുറ്റും കോട വരാമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ട്. ഈ ഒരു വഴിയായിട്ടാണ് നമ്മൾ വരുന്നത്. ഒരു മലയുടെ മുകളിലാട്ടോ ഈ റിസോർട്ട് എന്നുള്ളത്. ഇത്ര പൂക്കളൊക്കെയാണുള്ളത്. മഞ്ഞ് വീണ് പൊതിഞ്ഞ് കിടക്കാട്ടോ. കണ്ടതുപോലെ ഈ ഒരു
സിൽവർ മിസ്റ്റിന് ധാരാളം അപ്പാർട്ട്മെൻറ്റ് ടൈപ്പിലുള്ള റിസോർട്ടുകളുണ്ട്. ഞാൻ നിലത്ത് നോക്കിയാട്ടോ നടക്കുന്നത്. ഇവിടെ നിലത്ത് നോക്കിയാൽ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പം നിലത്ത് നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അതിനോട് എന്തൊക്കെയോ പച്ചക്കറികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പച്ചക്കറി തട്ട് കൃഷി രീതിയിൽ കണ്ടോ, തട്ട് കൃഷി രീതിയിൽ ധാരാളം പച്ചക്കറികൾ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കാണാം ഒരു സെക്ഷൻ, അവിടെ കാണാം, അവിടെ കാണാം. കണ്ടോ, അപ്പുറത്ത് ടൗണാണ്. ധാരാളം മഞ്ഞും കാണാം നമുക്കവിടെ. പിന്നെ അവിടെ ധാരാളം മരങ്ങളും പൂക്കളൊക്കെ കാണാം. ഇവിടെയും ഈ രീതിയിലുള്ള റിസോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ കൊടൈക്കനാലിൽ നമ്മൾ മോർണിംഗ് വാക്കിലാണ് സുഹൃത്തുക്കളെ. ഞാനിവിടെ ഒരു സംഭവം കണ്ടെത്തി. കണ്ടോ, ഇവിടെ സബർജിലിക്ക തൂങ്ങി കിടക്കണുണ്ടോ? ഈ മരത്തുമ്പോൾ നിറച്ച് സബർജിലിക്കയാണ്. അപ്പം നമുക്ക് ഈ സബർജിലിക്ക പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. കണ്ടോ, ഈ ഒരു മരത്തുമ്പോൾ ധാരാളം സബർജിലിക്ക നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, പക്ഷേ കയ്യെത്തുന്ന ദൂരത്തിലല്ല നിൽക്കുന്നത്. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് അങ്ങനെ പോവുകയായി. കണ്ടോ, അവിടുത്തെ ചെടികൾ നോക്കി, എന്നാ ഭംഗി നോക്കി. വെറുതെ വഴിയിൽ മുളച്ച് വന്നിട്ടുള്ള ചെടികളാട്ടതൊക്കെ. ആരും നട്ടു വളർത്തിയിട്ടുള്ള ചെടികളല്ല, അടിപൊളി ചെടികൾ. കാണാത്ത ചെടികളും പൂക്കളും. ഇവിടെയൊക്കെ എന്തൊക്കെയോ തട്ട് കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ടോ, ഇതൊക്കെ സബർജിലാട്ടോ. ഈ മരങ്ങളൊക്കെ സബർജിലേക്കാണ്. പിന്നെ അവിടെ ധാരാളം പൂക്കളും മരങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് തോന്നുന്നു. മൊത്തം കൃഷിയാണ്. ഈ ഒരു മലയിൽ മൊത്തം സബർജില്ലിൻ്റെ കൃഷി കേട്ടോ. മൊത്തം സബർജിലേക്കാണ്. മുകളിൽ കൂടിയൊക്കെ ജീപ്പ് പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇതാണൊരു വ്യൂ വരുന്നത്. അവിടെ ഒരു ചർച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നതിന് ഈ വഴി തന്നെ നടന്നു പോകണം. ഞങ്ങളെ റൂമിൽ ചായ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരു ലോക്കൽ ടീ സ്റ്റാളിൽ പോയി ചായ കുടിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന റിസോർട്ടിൻ്റെ ഒരു എൻട്രൻസ്. സിൽവർ മിസ്റ്റ് ഉണ്ടോ, ഈ ഒരു വഴിയാണ് പോകേണ്ടത് മുകളിലോട്ട്. ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ. RR ഹോളിഡേയ്സ്, പേർലി ഗേറ്റ്സ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ധാരാളം റിസോർട്ടുകളുണ്ട്. എല്ലാ മരത്തുമ്മയും സബർജിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സബർജിലേക്കാണ്. എല്ലാ മരത്തുമ്മയുണ്ട്. ഇതിപ്പോൾ സീസണാണ്. ധാരാളം പൂക്കളുണ്ട് എല്ലായിടത്തും. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഇപ്പോൾ നമ്മളൊരു ചായക്കട കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്ന പരിപാടിയാണ്. നമ്മളങ്ങനെ തിരിച്ച് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ റിസോർട്ടിലുള്ള ഒരു പയ്യനാട്ടോ. നേപ്പാളിൽ നിന്നാണ് ആളിവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, സബർജിലിക്ക് നിൽക്കണുണ്ടോ? ആണ് മെയിൻ വില്ല വരുന്നത്. ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ ധാരാളം വില്ലാസാണ് അവർ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, വില്ലയിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ്, ടൗൺ വ്യൂ ആണ്. എല്ലാ വില്ലയിൽ നിന്നും ടൗൺ വ്യൂ ആട്ടോ വരുന്നത്. ധാരാളം വില്ലകളാണ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ബൈ. कितना विला है? 4 विला.
Wine villa. Okay. The Anis Chiri. And the Anis one. Okay. The separate tani. Okay. Total Silver Mist ke how many villas? 4 villas. 4 villas. Or one house, one house. Upper. Okay. നമ്മളുടെ റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. കണ്ട ആ മലയിലേക്ക് നോക്കി ധാരാളം കോടമഞ്ഞ് ഇറങ്ങുന്നത് കാണാം നമുക്ക്. അടിപൊളി ടൗൺ വ്യൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നടന്നു വന്നേക്കാണ്. ഇത് ഇവരുടെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഈ സിൽവർ മിസ്റ്റിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ഉള്ള വ്യൂ ഭയങ്കര വ്യൂ ആട്ടോ. ടൗൺ വ്യൂ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് വീടുകൾ വരുന്നുണ്ട്, വില്ലാസ് വരുന്നുണ്ട്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലാസ് വരുന്നുണ്ട്. ഇതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇതൊരു പ്രോപ്പർട്ടിയാണ്. അതിൽ നിന്നൊക്കെ വ്യൂ, ഇതാണ് വ്യൂ വരുന്നത് കേട്ടോ. ടൗൺ വ്യൂ ആണ് വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ. അതായത് നൈറ്റ് കാണാൻ വളരെ മനോഹരമാണ്. ഈ ഒരു കണ്ടോ, അവിടെയൊക്കെ തട്ട് കൃഷിയാണ്, മൊത്തം തട്ട് കൃഷിയാണ്. ചെറിയൊരു വീടാണ്, തട്ട് കൃഷി മൊത്തം തട്ട് കൃഷിയാണ്. ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. ഭാഗത്തൊരു പാർക്ക് പറഞ്ഞു. കണ്ട് നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ഡെഡ് എൻഡ് പോയിന്റിലെത്തിയിട്ട് കുറേ ഡെവലപ്പ് ആവാനുണ്ട്. കണ്ടോ, ഒരു ഏരിയയും കൂടി ഡെവലപ്പ് ആവാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. കണ്ടോ, അപ്പോൾ താഴെ പാർക്ക് ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പതുക്കെ ഈ സ്റ്റെപ്പിലൂടെ പാർക്കിലേക്ക്, ഇത് ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് പാർക്കിലൂടെ പോവുകയാണ്. പൂക്കളും ചെടികളും എല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. തട്ടുകൃഷി കാണാം നമുക്ക്. നമ്മൾ കാണാത്ത കുറേ ചെടികൾ കാണാം, കണ്ടോ, കുറേ ഫ്രൂട്ടുകൾ കാണാം. അങ്ങനെ നമ്മൾ പോയി കേട്ടോ. അവിടെ സ്ലൈഡുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ താഴേക്ക് ധാരാളം സ്റ്റെപ്പുകൾ ഇറങ്ങാനുള്ളത് കൊണ്ടും ചെറുതായിട്ട് മോർണിംഗ് ആയതുകൊണ്ട്, വെയിലായതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തേക്ക് പ്ലാനുകൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചെടികളുടെയൊക്കെ ഭംഗി നോക്കി. നമ്മുടെ നാട്ടിൽ ഇതേപോലെ ചെടികളുണ്ട്, പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കാണാത്ത ചെടികൾ. ഗ്രൂപ്പിൻ്റെ കുറേ ആൾക്കാർ ഇതേ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിയാസേ, ഹായ്. അങ്ങനെ നമ്മളത് സിൽവർ മിസ്റ്റിലാട്ടോ, നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാട്ടോ. ഇമാതിരി കോടയാണ് മൂടുന്നത്. ഈ ബാക്കിൽ സിറ്റി വ്യൂ ആയിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് മാഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വില്ലയുടെ കൂടുതൽ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ കണ്ടോ, ഒരു കാർ ഷെഡ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്ത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറി പോകട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ ആക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ റൂമിലാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം. കണ്ടോ, ഇതാണ് വ്യൂ. ഫുൾ വ്യൂ കേട്ടോ, ഫുൾ വ്യൂ ആണ് വരുന്നത്. ഞാൻ ആദ്യം ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകൾ, ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടോ, ഒരു വ്യൂ ആണ് വരുന്നത്, സിറ്റി വ്യൂ ആണ് വരുന്നത്. കണ്ടോ, കോട ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരവിടെ കുറച്ച് പേരൊക്കെ പണിയെടുക്കുന്നുണ്ട്. ആ കാണുന്നതൊക്കെ സബർജിലിമാരോട്ടോ. ചെറിയൊരു
ലോണുണ്ട്. ഇരുന്ന് നമുക്ക് ചായ കുടിക്കാനുള്ളൊരു വൈബ്. പിന്നെ വലിയൊരു റൂമാട്ടോ, അത്യാവശ്യം വിശാലമായ ഒരു റൂമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രസ്സിങ് ഏരിയ, പിന്നെ വലിയൊരു ബാത്റൂമാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കമോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുളിക്കാനുള്ള ഒരു ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. ഇതാണ് നമ്മുടെ വ്യൂ. കണ്ടോ, ഇതുപോലെ 4 റൂംസാണ് ഇവിടെ വരുന്നത്. 4 റൂംസാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ താഴെ ഒരു റൂം വന്നിട്ടുണ്ട്. പിന്നെ കുറേ റൂംസ് അടച്ച് കിടക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു കിച്ചൺ ഫെസിലിറ്റി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു കിച്ചൺ ഫെസിലിറ്റി എല്ലാം തന്നിട്ടുണ്ട്. യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാട്ടോ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ കംപ്ലീറ്റ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. മെയിൻലി 3 റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 റൂമാണ് വരുന്നത്. ഒരു റൂം ഇവിടെ വരുന്നുണ്ട്, ഒരെണ്ണം അവിടെ വരുന്നുണ്ട്, പിന്നെ ഒരു റൂം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടോ, ഒരു വലിയ ഏരിയ ആണിത്. വലിയ ഏരിയ ആണ് വരുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. സിറ്റി വ്യൂ ആട്ടോ വരുന്നത്. മൊത്തം സിറ്റി വ്യൂ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത റൂംസ് കാണിച്ചു തരാം നിങ്ങളെ. ഇതുപോലെയാണ് റൂംസ് വരുന്നത്. ഈ റൂമിൽ നിന്നും ഓരോ റൂമുകളിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ ബാൽക്കണി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വലിയ ബാൽക്കണികൾ വന്നിട്ടുണ്ട്. അതേ ലേഔട്ടിൽ തന്നെ ഇവിടെ റൂം കൊടുത്തിട്ടുണ്ട്, ഇവിടെ റൂം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും അതുപോലെ വിശാലമായ റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, ബാൽക്കണി വന്നിട്ടുണ്ട്, വലിയ ബാൽക്കണി വന്നിട്ടുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാലും സിറ്റി വ്യൂ, എന്താ വെച്ചാൽ സിറ്റി വ്യൂ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ വന്നിട്ടുള്ളത്. ഐഷ, ഹലോ, ഡു യു ലൈക്ക് ദിസ് പ്ലേസ്? ഡു യു ലൈക്ക് ദിസ് പ്ലേസ്? We are going to the pond, Kodaikanal Lake. എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ. എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാണ്. കുട്ടികളുടെ ഒരു വൻ നിരയാണ് സുഹൃത്തുക്കളെ. ഒരാൾ മാത്രം അതിൽ നിന്നും വ്യത്യസ്തമായി തിരിഞ്ഞു നടക്കുന്നു. ഹലോ ഗൈസ്, സിൽവർ മിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, എല്ലാ റൂമും വലിയ ബാൽക്കണിയാണ് കണ്ടോ. അതുപോലെ തന്നെ കോമൺ ഏരിയയിലും വലിയ ബാൽക്കണിയാണ്. പിന്നെ ഇവിടെ മൊത്തം സബർജില്ലി തോട്ടമാണ്. പിന്നെ അവിടെ സിറ്റി വ്യൂ. ഇപ്പോൾ മിസ്റ്റ് ഒന്ന് മൂടിയേക്കണം, വേറെ ലെവൽ വൈബാണ്. അങ്ങനെ നമ്മളെ സിൽവർ മിസ്റ്റിൽ നിന്നും ഇറങ്ങിയിട്ട് കൊടൈക്കനാൽ ലേക്കിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ വണ്ടി റെഡിയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം.
കംപ്ലീറ്റ് ഫാമിലീസിനെ കൊണ്ട് നിറഞ്ഞേക്കാണ് ഗൈസ് പൈൻ ഫോറസ്റ്റിൽ. കുറേ മരങ്ങൾ കാണാം. അതിൽ ചിലതിലൊക്കെ മണ്ട പോയ മരങ്ങളാണ്. കണ്ടോ, ലീഫൊന്നുമില്ല. ഉണ്ട് ഇതുപോലെ ധാരാളം മരങ്ങളുണ്ട്. കണ്ടോ, മണ്ട പോയ മരങ്ങൾ ധാരാളം ഉണ്ട് ഇവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല കോട ഇറങ്ങിയേക്കാം കേട്ടോ. കോട നന്നായിട്ട് ഇറങ്ങിയാൽ കൂടി ആൾക്കാർ ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട്. കണ്ടപ്പോൾ മൊത്തം കോട ഒന്ന് മൂടിയേക്കാണ്. പൈൻ ഫോറസ്റ്റിൽ മൊത്തം കോട കയറിയേക്കാണ്. ഇതാണ് ഇപ്പോൾ ഉള്ള പൈൻ ഫോറസ്റ്റിൻ്റെ വൈബ്. കണ്ടോ, വേറെ ലെവൽ വൈബാണ് ഗൈസ്. ഒരു നൈസ് എക്സ്പീരിയൻസ് ആട്ടോ അത്. എത്ര തവണ വന്നാലും നമ്മൾ പിന്നെയും ഇവിടേക്ക് വരാറുണ്ട്. അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ. വലിയ ട്രീസ്. ഗൈസ്, ഇതാട്ടോ നമ്മളുടെ വീടിൻ്റെ 3rd ഫ്ലോറാണ്. 3rd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. സിറ്റി വ്യൂ ആട്ടോ മൊത്തം കാണുന്നത്. ബ്യൂട്ടിഫുൾ സിറ്റി വ്യൂ. അവിടെയൊക്കെ ഉണ്ടോ കോട വന്ന് ഇറങ്ങിയേക്കണുണ്ടോ. ഇതാണ് നൈറ്റുള്ള ഇവിടുത്തെ വ്യൂ. ഇത് ഇവരുടെ മറ്റൊരു അപ്പാർട്ട്മെൻ്റാണ് ഇവരുടെ തന്നെ, ഈ റിസോർട്ടിൻ്റെ ഗ്രൂപ്പിൻ്റെ. ഇതൊക്കെ അവരുടെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. എല്ലാ റൂമിൽ നിന്ന് കണ്ടോ ഈ ഒരു വ്യൂ ആട്ടോ വരുന്നത്. നൈറ്റ് വ്യൂ ഈ ഒരു വ്യൂ ആണ് വരുന്നത്. മഞ്ഞ് കണ്ടോ മൂടി നിൽക്കുകയാണ് മലകളിൽ. ഇതാണ് നമ്മളുടെ എല്ലാ റൂമിൽ നിന്നുള്ള വ്യൂ വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയും നല്ല മൂടൽ മഞ്ഞും സ്റ്റാർട്ടായിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ സിറ്റി ലൈറ്റ്സ് മൊത്തം ബ്ലൈഡ് ആയിട്ടിരിക്കുകയാണ്. ഇമ്മാതിരി കോടയാ ഗൈസ്. സിറ്റി ലൈറ്റ്സ് കാണാനേ ഇല്ല. കിഡ്സൊക്കെ ഇവിടെ പ്ലേ ചെയ്യാണ്, കളിക്കുകയാണ്. കണ്ടോ, ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. കണ്ടോ, അപ്പോൾ മൊത്തം കോട വന്ന് മൂടിയേക്കാട്ടോ. ഒന്നും കാണാനില്ല. കണ്ടോ, കംപ്ലീറ്റ് കോടയാണ്. കോട അങ്ങോട്ട് പറക്കണം. കേട്ടോ, സിറ്റി വ്യൂ ഒന്നും കാണാനില്ല. ഹെവി കോട ഇപ്പോൾ കംപ്ലീറ്റ് കോടയാട്ടോ. രക്ഷയില്ലാത്ത കോട. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ 2 ദിവസത്തെ താമസമായിരുന്നു കേട്ടോ സിൽവർ മിസ്റ്റ് കൊടൈക്കനാൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ചെക്കൗട്ട് കഴിഞ്ഞേക്കാണ്. ഇനി കുറച്ച് സ്ഥലം കൂടി കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഉള്ള വ്യൂ ആണ്, സിറ്റി വ്യൂ ആണ്. കണ്ടോ, ഇതാണ് സിറ്റി വ്യൂവിൻ്റെ കാഴ്ചകൾ. ഈ ഭാഗം മൊത്തം സബർ ജില്ലയുടെ തോട്ടമാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം. നമ്മൾ കണ്ടോ ഈ ഒരു വണ്ടിയിലാട്ടോ മൊത്തം നമ്മുടെ യാത്ര വന്നിട്ടുള്ളത്. ഇതൊരു ഫോഴ്സിൻ്റെ വണ്ടിയാണ്. ബെൻസിൻ്റെ എംബ്ലം നോക്കേണ്ടത് ഒരു ഫോഴ്സിൻ്റെ ഒരു വെഹിക്കിളാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ കോക്കേഴ്സ് വാക്കിലേക്ക് അങ്ങനെ നടക്കാം കേട്ടോ. ഒരു പാർക്ക് നമുക്ക് കാണാം. കോക്കേഴ്സിൻ്റെ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് കോക്കേഴ്സ് വാക്ക്. പണ്ടത്തെ ഒരു പള്ളിയാട്ടോ, ക്രിസ്ത്യൻ ചർച്ചാണ്. ഇത് നമ്മുടെ വണ്ടി വരുന്ന. നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഇവിടെ സത്യത്തിൽ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. സോവനീഴ്സൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. കൂടുതൽ കാഴ്ചകളപ്പോൾ നമുക്ക് കാണാം.
അപ്പോൾ നമുക്ക് ഇവിടെ കയറിനേക്കാളും ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു പാസ് ഉണ്ട്, ഒരു ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ കോക്കേഴ്സ് വാക്കിലാണ്. കോക്കേഴ്സ് വാക്കിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം. One, two, three, four. ഇവരിനിപ്പോ എങ്ങനെയും വരട്ടെ അല്ലേ? ഗൈസ് കണ്ടോ, ചെറി ബ്ലോസത്തിന്റെ ഒരു ട്രീ നമുക്കിവിടെ കാണാം. പിന്നെ കൊക്കേഴ്സ് വാക്കിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. കണ്ടോ, കംപ്ലീറ്റ് മഞ്ഞ് കയറി വരാണ്. പിന്നെ കുറേ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സ്പോട്ടുകൾ ഇപ്പോൾ നമുക്ക് കാണാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ കണ്ടോ, മഞ്ഞ് കയറി വരണുണ്ടോ? മഞ്ഞ് കയറി വരാട്ടോ, ഫുൾ മഞ്ഞാണ്. ഹായ് ഗൈസ്, കോക്കേഴ്സ് വാക്കിലൂടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ നടക്കുന്നത് തന്നെയാണ് ഏറ്റവും വൈബ്. കണ്ടോ, നല്ല തണുപ്പും നല്ല കോട ഇങ്ങനെ കയറി വരാട്ടോ. പർച്ചേസ് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേ അടിപൊളിയാണ്, ഹെവി വൈബാണ്. ചെറി ബ്ലോസം കണ്ടേ, ധാരാളം സ്ഥലത്ത് ചെറി ബ്ലോസം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടോ കോക്കേഴ്സ് വാക്കിൽ നിന്നുകൊണ്ട് തണുത്ത ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത്ര നേരം ഫുള്ളി വിസിബിൾ ആയിരുന്നു, ഇപ്പോൾ മഞ്ഞ് വന്ന് കയറി. ഈ സ്ഥലം ഇഷ്ടമായി കുട്ടി? ഈ സ്ഥലം ഇഷ്ടമായ? അപ്പോൾ വാങ്ങിച്ചത് നിക്ക് ഹായ് ഗൈസ്, അങ്ങനെ കോക്കേഴ്സ് വാക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ വാനിലേക്ക് കയറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.